ഹായ്, നമുക്കേ ഇന്നൊരു മീൻ ചുട്ടാലോ, ഒരു വെറൈറ്റി രീതിയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക്, അതുമാതിരി തന്നെ ചുവന്നുള്ളി ചെറുത്, ഈ ഇത്ര ഉള്ളൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇത്രയും വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കാന്താരി മുളക്. കണ്ടോ, കാന്താരി മുളക് ഇത്രയൊന്നും വേണ്ട, കുറച്ചെടുക്കുള്ളൂ. ഏകദേശം ഇത്രയും കാന്താരി മുളക് മതി. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഓക്കെ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പം മീനിലേക്ക് അത് തേച്ച് കൊടുക്കാം. അതിന് മുമ്പാട് നമുക്ക് മീൻ വരയാം. ശരിക്കും അടുപ്പിച്ച് വരയാം, വറുക്കാൻ എടുക്കണ മാതിരി. എന്നാലാണ് അതിൻ്റെ മാംസത്തിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കുള്ളൂ. നന്നായിട്ട് വരഞ്ഞെടുക്കണേ. വട്ടം വരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതേപോലെ തന്നെ നീളവും വരഞ്ഞെടുക്കണം. എന്നാലാണ് നമുക്ക് മസാല തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങിയിരിക്കുള്ളൂ. ഇനി നമുക്ക് മസാല നമുക്ക് തേച്ച് കൊടുക്കാം. ആ വെട്ടുകളുടെ ഉള്ളിലേക്ക് എല്ലാം മസാല തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് ഇറങ്ങുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ വയറിൻ്റെ ഉൾഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം. രണ്ടു മീനിന് നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം നമ്മൾ മസാല പരത്തി വെച്ചു. എന്താ, ഇനി ഇതൊരു 1 മണിക്കൂറത്തോളം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഇതിന് വാഴയിലേക്ക് പൊതിയാം. മസാലയൊക്കെ തേച്ച് വെച്ച് ഇവരെല്ലാം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കാം. അത് കഴിഞ്ഞ് അടുത്തല അതിൻ്റെ മുകളിൽ കൂടെ മടക്കി. അപ്പോൾ നമ്മൾ രണ്ടും കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ രണ്ടിനെ നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ വരാം. ഓക്കെ. അപ്പോഴേ നമുക്ക് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനെ നമുക്ക് ചുട്ടെടുക്കാം. അത് വെച്ച് കൊടുക്കാം. നമ്മളെ മസാലയൊക്കെ മീനിൻ്റെ നെയ്യിൽ തിളയ്ക്കുന്നത്. ഇത് റെഡിയായി. നമുക്കിതിനെ ഇറക്കാം. എന്നിട്ട് അടുത്തതിനെ കയറ്റി വയ്ക്കാം. ഓക്കെ.
നമുക്കപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. അടിപൊളി. മീനൊക്കെ ശരിക്കും വെന്തു, അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി. ഇതിനകത്തേക്ക് ഈ മസാല കുറച്ച് കോരിയിട്ട് വിടാം. ഒരു കഷ്ണം എടുത്ത് കുറച്ച് മസാലയൊക്കെ ഇതിനധികം ഒഴിച്ചിട്ടുണ്ടല്ലോ. അടിപൊളി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതേപോലെ തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്തോളൂ. ഓക്കെ, വേറൊരു വീഡിയോയുമായി ഇനിയും കാണാം.